വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി മോർണിംഗ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാട്ടോ ഗൈസ്. അപ്പോൾ ആദ്യമേ തന്നെ അമ്മ ഇവിടെ പപ്പടം കാച്ചുകയാണ്. അപ്പോൾ പപ്പടം കാച്ചുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ പപ്പടം കഴിക്കണം. ഞാൻ എടുക്കാൻ നോക്കിയതും നല്ല ചൂടായിരുന്നു ഗൈസ്. ചൂടൊന്നും നമ്മൾ കാര്യമാക്കിയില്ല, നേരെ കുറച്ച് പപ്പടം വാരി എടുത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് പപ്പടം വലിയ ഇഷ്ടമാണ്, പക്ഷേ ബി പിക്ക് അത്ര നല്ലതല്ലെങ്കിലും നമ്മൾ പപ്പടം കഴിക്കും കേട്ടോ. എനിക്ക് പപ്പടം വളരെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോൾ കണ്ടാലും കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സാറ്റർഡേ ആണ്, അവിടെ മോനും ഉണ്ടാവും. അപ്പം മോനും എന്താണ് അവർ പരിപാടി എന്ന് നമ്മൾ ഗൈസ് പരിപാടി എന്നൊക്കെ വന്നു, സോറി, പരിപാടി എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എന്താ പറയുക, അവൻ അവിടെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൻ ഇന്ന് സ്മൈലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്ന ഏതൊരു ദിവസം വന്നാലും അവൻ എപ്പോഴും എന്താ പറയുക നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, എന്നെ ഓടിക്കാറാണ് പതിവ്. പക്ഷേ എങ്കിലും ഇന്ന് അവൻ ഓടിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ ഓവനിലേക്ക് നമുക്ക് കുറച്ച് കറി ചൂടാക്കാനുണ്ടായിരുന്നു, അത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവനിൽ നമ്മൾ കറിയൊക്കെ ചൂടാക്കി. ഇന്ന് ഉച്ചത്തേക്കുള്ള കറിയാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഈ ഓവൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവനാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ആ സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, കല്യാണത്തിന് മുന്നേ ആയിരുന്നു ഹൗസ് വാമിംഗ് ഒക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങളെ ഒരു സംഭവം കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഷ്ണു ഏട്ടൻ, അതായത് എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ നമ്പർ എനിക്ക് ഷെയർ ചെയ്തൊരു പേപ്പർ കഷ്ണമാണ് കേട്ടോ ഇത്. അപ്പോൾ ആക്ച്വലി പുള്ളി എനിക്ക് ആദ്യമേ പുള്ളിയുടെ നമ്പർ തരുന്നത് ഈ ഒരു പേപ്പർ കഷ്ണത്തിലാണ് കേട്ടോ. അതിപ്പോൾ ഒരു മെമ്മറി പോലെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതിനുശേഷം എന്താ പറയുക, നമ്മളിവിടെ നമ്മുടെ താമരകളൊക്കെ 3 പാത്രങ്ങളിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ വെള്ളം നിറഞ്ഞ് നല്ല രീതിയിൽ തിക്കായിട്ട് നിൽക്കുന്നതാണ്, പൂവൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാണുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചൂടാക്കിയ വെള്ളം നമ്മുടെ കലത്തിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഷോക്കേസാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ആക്ച്വലി നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് നമ്മുടെ കസിൻസ് എല്ലാവരുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മുടെ ലോർഡ് കൃഷ്ണയുണ്ട്, പിന്നെ അച്ഛനമ്മ ഞാൻ ഏട്ടനൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ, പിന്നെ നമ്മുടെ ഗുരുദേവൻ്റെ ഫോട്ടോ. അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ വളരെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസുകളാണ്. അപ്പോൾ ആക്ച്വലി 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് അങ്ങനെ പോയി +2 വരെയുള്ള ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് വന്നു. ഒരു ചെറിയ വെയിലൊക്കെ കണ്ട സമയത്ത് നമ്മൾ ആ പുളികളെല്ലാം കൂടി ഉണക്കാനായിട്ട് നമ്മൾ ആ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി മോർണിംഗ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.